നമസ്കാരം. കോതമംഗലത്ത് വൻ ലഹരിവേട്ട. 37 ഗ്രാം MDMA-യുമായി 18-കാരിയും ആൺ സുഹൃത്തും പിടിയിലായി. ഇടുക്കി പീരുമേട് ഏലപ്പാറ ഹിൽബറിയയിൽ ഒറ്റപ്ലാക്കൽ വീട്ടിൽ റിസാന ഫാത്തിമ, കോതമംഗലം ഇരമല്ലൂർ പൂത്തോളിൽ വീട്ടിൽ അനന്തു പ്രസാദ് എന്നിവരാണ് പിടിയിലായത്. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യുന്നതിനാണ് ഇവർ MDMA എത്തിച്ചത്. ബംഗളൂരുവിൽ നിന്നാണ് കോതമംഗലത്തെ കോളേജ് വിദ്യാർത്ഥികൾക്ക് നൽകാനായി MDMA എത്തിക്കുന്നതെന്നാണ് വിവരം. ഇടപാടുകൾക്കായി ഉപയോഗിച്ചിരുന്ന 3 മൊബൈൽ ഫോണുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 37.229 ഗ്രാം MDMA-യുമായിട്ടാണ് ഇരുവരും പിടിയിലാകുന്നത്. പഠനം ഉപേക്ഷിച്ച് ലഹരി വിൽപ്പനയിലേക്ക് തിരിഞ്ഞ യുവതി ആഡംബര ഹോട്ടലുകളിൽ താമസിച്ചാണ് ഇടപാടുകൾ നടത്തിയിരുന്നത്. നിയമസഭാ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കോതമംഗലം ടൗൺ കേന്ദ്രീകരിച്ച് കോതമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പ്രമോദ് MPയും സംഘവും നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലാകുന്നത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങുന്നത്. കുറഞ്ഞ വിലയ്ക്ക് ലഹരി മരുന്ന് വാങ്ങി നാട്ടിലെത്തിച്ച വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വൻ വിലയ്ക്ക് വിൽക്കുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇവരെന്നാണ് സൂചന. പ്രതികളുടെ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ച് ലഹരി ശൃംഖലയിലെ മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇടുക്കി സ്വദേശിയായ യുവതി കോതമംഗലത്തെ സ്വകാര്യ പ്രൊഫഷണൽ കോളേജിൽ പഠനത്തിനായി വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പഠനം ഉപേക്ഷിച്ച് മയക്കുമരുന്ന് വിൽപ്പനയിലേക്ക് തിരികുകയായിരുന്നുവെന്ന് എക്സൈസ് പറയുന്നു. ദിവസേന 3000 രൂപയോളം വാടകയുള്ള ഹോട്ടലുകളിൽ റൂമെടുത്ത് ആഡംബര ജീവിതം നയിച്ചായിരുന്നു പ്രതികളുടെ ലഹരി ഇടപാടുകൾ. കോതമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. അതേസമയം പലയിടങ്ങളിലും ഇത്തരത്തിൽ ലഹരിയുമായി എത്തുന്നവരെ പിടികൂടുന്നുണ്ടെങ്കിലും ഇതിൽ പങ്കാളികളാകുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല എന്നാണ് ഈ വർഷം ആരംഭിച്ച വെറും 3 മാസത്തിനുള്ളിൽ മാത്രം ലഭ്യമായ വാർത്തകളിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. മലപ്പുറത്ത് MDMA-യുമായി നവവരൻ അറസ്റ്റിലായത് ഈ മാർച്ച് മാസം ആദ്യമായിരുന്നു. തവനൂരിലെ പുത്തൻപുരയിൽ മുഹമ്മദ് ഷിബാസിനെയായിരുന്നു തിരൂർ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത്. വീടിന്റെ മുകളിലെ നിലയിലായിരുന്നു മണിയറയിൽ ബാത്റൂമിൽ ഇയാൾ MDMA ഒളിപ്പിച്ചിരുന്നത്. തിരൂരിലെ പൊറ്റിലാത്തറയിൽ വെച്ച് കാറിനുള്ളിൽ നിന്ന് MDMA-യും പിടികൂടിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് മുഹമ്മദ് ഷിബാൻ ഉപയോഗത്തിനും വിൽപ്പനയുമായി കൊണ്ടുവന്നതാണെന്നും ബാക്കിയുള്ള MDMA ഇയാൾ നവവധുവിന്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പോലീസിന് വിവരം ലഭിക്കുന്നത്. തുടർന്ന് വീട്ടിലെത്തി പോലീസ് MDMA കണ്ടെടുക്കുകയായിരുന്നു. കാറിൽ നിന്നും ഭാര്യ വീട്ടിൽ നിന്നുമായി മൊത്തം 1.55 ഗ്രാം MDMA-യാണ് പോലീസ് അന്ന് കണ്ടെടുക്കുന്നത്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ തെറാപ്പിസ്റ്റായി ഇയാൾ ജോലി ചെയ്തു വരികയായിരുന്നു. പുതുവത്സര ദിനത്തിൽ തിരുവനന്തപുരം കണിയാപുരത്തും ഇത്തരത്തിൽ വലിയൊരു ലഹരിവേട്ട പോലീസ് നടത്തിയിരുന്നു. MDMA-യും ഹൈബ്രിഡ് കഞ്ചാവും അടക്കം ഡോക്ടറും BDS വിദ്യാർത്ഥിനിയും ഉൾപ്പെടെ 7 പേരെയായിരുന്നു പോലീസ് അന്ന് പിടികൂടിയത്. കിഴക്കേക്കോട്ട അട്ടക്കുളങ്ങര സ്വദേശി ഡോക്ടർ വിഘ്നേഷ് ദത്തൻ, BDS വിദ്യാർത്ഥിനിയായ ഹലീന, നെടുമങ്ങാട് സ്വദേശിയായ അസീം, കൊല്ലം സ്വദേശിയായ അവിനാഷ്, തെളിയക്കോട് സ്വദേശിയായ അജിത്, പാലോട് സ്വദേശിനി അൻസിയ, കൊല്ലം സ്വദേശി ഹരീഷ് എന്നിവരെയായിരുന്നു ആറ്റിങ്ങൽ നെടുമങ്ങാട് റൂറൽ ഡാൻസ് ഓഫ് സംഘം അന്ന് പിടികൂടിയത്. ഇവരിൽ പലരും മുൻപ് നിരവധി ലഹരി കേസുകളിൽ പ്രതികളായിരുന്നവരുമാണ്. ബംഗളൂരുവിൽ നിന്ന് ലഹരിമരുന്ന് എത്തിച്ച് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും വിതരണം ചെയ്യുന്നതായിരുന്നു ഇവരുടെ രീതി. പരിശോധനയ്ക്കിടെ പോലീസിനെ കാറിടിപ്പിച്ച് കടന്നു കളഞ്ഞ ഇവർ തുടർന്ന് ഒരു വാടക വീട്ടിലുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് വീട് വളഞ്ഞ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അന്ന് പിടികൂടുന്നത്. അതേസമയം കണ്ണൂരിൽ മെത്താഫിറ്റമിനുമായി യുവതി അറസ്റ്റിലായതും ഈ ജനുവരിയിൽ തന്നെയായിരുന്നു. പാപ്പനശ്ശേരിയിൽ നിന്നുമാണ് മയക്കുമരുന്നുമായി യുവതി അന്ന് പിടിയിലാകുന്നത്. ഷിൽനെ എന്ന 32-കാരിയായിരുന്നു മെത്താഫിറ്റമിനുമായി പിടിയിലാകുന്നത്. രഹസ്യവിവരം ലഭിച്ചത് പ്രകാരമായിരുന്നു ഈ റെയ്ഡ് നടത്തി ഈ യുവതിയെ പിടികൂടുന്നത്. നേരത്തെ മയക്കുമരുന്ന് കേസിൽ പ്രതി കൂടിയായിരുന്നു ഈ യുവതി.